ഇന്നലെ ആ റണാവത്തിന്റെ കാരണത്തിൽ അടി കൊടുക്കാനായിട്ട് സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കുന്ന ഒരു സ്ത്രീ ധൈര്യപ്പെട്ടു എന്നുള്ളത് ആ ചേഞ്ചാ. അത് കാരണം കൊണ്ട് നല്ല ബലപ്പെട്ടുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ച് അപ്പോഴേ ധ്രുവ് രാത്തിയെ പോലെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാർ ഇവരെല്ലാരും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വ്യാപകമായി അത് ചെയ്യാം. മോദി തന്നെ സ്വയം ഡിസ്ക്രെഡിറ്റഡ് ആകുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും ഇനിയത്തെ ഭരണം മുഴുവൻ പോകും. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നെഗോഷിയേറ്റ് ചെയ്യാൻ അയാൾക്ക് അറിയില്ല. രാഷ്ട്രീയ അവബോധം അതല്ല, ഈ മതേതരമായി ജീവിക്കാൻ പഠിച്ച ഒരു ജനതയാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ BJPക്കാർ ജയിക്കാത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ മൈത്രേയൻ എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്ത്യയില് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത്. അത് ആദ്യമായിട്ട് നരേന്ദ്രമോദി അതുപോലെ തന്നെ RSSനും ഇപ്പൊ മോദി വ്യക്തിപരമായിട്ട് അയാൾ എടുക്കുമ്പോൾ അയാള് 2 തവണ ഈ ഗുജറാത്തിൽ ഭരിച്ചപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ 2 തവണ കേന്ദ്ര ഗവൺമെന്റിൽ ഭരിക്കുമ്പോഴും ഒരു സമയത്തും സ്വന്തം പാർട്ടിയിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലവാരത്തിൽ മാത്രം പെരുമാറാൻ സൗകര്യം കിട്ടിയ ആളാണ്. ആദ്യമായിട്ടാണ് NDA എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുന്ന ഒരു കോയിലിഷൻ ഗവൺമെന്റിന് വേണ്ടി വരുന്ന മര്യാദകൾ പാലിക്കാൻ ആദ്യമായിട്ട് അയാൾ ബാധ്യസ്ഥനാവും. ഇതുവരെ അയാൾക്ക് അങ്ങനെ ഒരു ശീലം തന്നെ ഇല്ല. ആ ശീലമില്ലാതെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വേച്ഛാധിപതി എന്നൊക്കെ ഫാസിസം എന്നൊക്കെ പറയുന്ന തരത്തിൽ കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ഭൂരിപക്ഷം കിട്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്താണ് അയാൾ ഇരുന്നിരുന്നത്. ഇത്തവണ പക്ഷെ അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ടുണ്ടായത്. ആദ്യമായിട്ട് ജനാധിപത്യ മര്യാദകൾ കഴിഞ്ഞാൽ NDAയുടെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാർ അവരെ കേൾക്കാൻ ബാധ്യതയുള്ള ആളാണ്. യഥാർത്ഥത്തിൽ ബാധ്യതയുണ്ട്. സ്വതന്ത്രമായിട്ട് തന്നെത്താൻ തീരുമാനിച്ച് ഇനി പെരുമാറാൻ പറ്റത്തില്ല. ഇതുവരെ അയാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഞാനാണ് ഭരണം എന്നത് വരുന്ന നേരത്തെ അവസാനം മോദി ഗ്യാരണ്ടി എന്ന് വരെയൊക്കെയാണുള്ള വാക്കുകളൊക്കെയാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ NDA എന്നുള്ള വാക്കുപോലും ഉപയോഗിച്ചിട്ടില്ല. BJP ഗവൺമെന്റിനെ ആയിരുന്നു, BJP രാഷ്ട്രീയ പാർട്ടി എന്നായിരുന്നു അയാൾ എഴുതുന്നിടത്ത് പ്രവേശത്തെല്ലാം എഴുതി വെച്ചിരുന്നത്. ഇതൊക്കെ നമ്മൾ മാറിപ്പോയി എന്നുള്ള കാര്യവും നമ്മൾ കാണാം. ഇപ്പോഴാണ് NDA ഉണ്ടായത്. ആദ്യമായിട്ട് NDA ഉണ്ടായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കാനായിട്ട് പോകുമ്പോൾ അയാൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഏക അഖണ്ഡ ഭാരതം, ഏക നേതാവ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഈ തരത്തിലുള്ള സകല ആശയങ്ങൾക്കും വിരുദ്ധമായി പെരുമാറാൻ ബാധ്യത വരുന്ന ഒരാളാണ്. അതുകൊണ്ട് മോദി തന്നെ സ്വയം ഡിസ്ക്രെഡിറ്റഡ് ആകുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും ഇനിയത്തെ ഭരണം മുഴുവൻ പോകും. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നെഗോഷിയേറ്റ് ചെയ്യാൻ അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഭരണം എത്ര നാൾ തുടരും എന്നുള്ളത് മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്ന ഒരു BJPക്കാര് കാശ് കൊടുത്ത ആൾക്കാരെ വാങ്ങുന്നത് പോലല്ല ഈ ഇനി ഉണ്ടാകുന്ന സ്ഥലം. കാരണം കാശ് കൊടുത്ത് വാങ്ങിയാലും അവർക്ക് ആ കാശ് അങ്ങോട്ട് മേടിക്കും എന്നുള്ളതല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അപ്പോഴും നിൽക്കാൻ പറ്റും. അപ്പൊ അത് അത്ര എളുപ്പമല്ല. അപ്പൊ വളരെയധികം പ്രഷർ അനുഭവിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ആ പ്രഷർ എന്ന് പറയുന്ന മര്യാദയില്ലാതെ പെരുമാറുന്ന ഒരാൾ അനുഭവിക്കുന്ന പ്രഷറാണ്. അപ്പം ജനാധിപത്യപരമായി പെരുമാറാനായിട്ട് മോദി ബാധ്യസ്ഥനായി മാറുന്ന ഒരു സിനേറിയോ ആണ് വരാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയം. അത് മാത്രമല്ല, പോലീസ് തൊട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇന്നലെ ആ റണാവത്തിന്റെ കാരണത്തിൽ അടി കൊടുക്കാനായിട്ട് പാർലമെന്റ് മറ്റേ സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കുന്ന ഒരു സ്ത്രീ ധൈര്യപ്പെട്ടു എന്നുള്ളത് ആ ചേഞ്ചാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് റണാവത്തിനെ ആരെങ്കിലും അടിക്കുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ഇല്ല. ഇത് അവര് MP കൂടെ ആണ്, MP ആണ് അടിച്ചിരിക്കുന്നത്. അത് പേടിയില്ല. ഞാൻ അത് അവര് മര്യാദകരായിട്ട് പെരുമാറുമ്പോൾ റെസ്പോണ്ട് ചെയ്യാം. അവരെ അടിച്ചത് ശരിയാണെന്നുള്ള നിലപാട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഉദ്യോഗസ്ഥ ആരെ അടിച്ചുകൂടാ, അത് വേറെ കാര്യമാണ്. പക്ഷെ അങ്ങനെ ആളുകൾ ആലോചിക്കുന്നിടത്ത് എത്തുന്നത്
കങ്കണ എറണാകുളത്ത് എന്ന് പറയുന്ന ആള് ഒരു സിനിമാ താരമാണ്, BJP MP ആണ്, മോദിയുടെ കണ്ണിലുണ്ണിയാണ്. ഇതൊക്കെ ആയിട്ടിരിക്കുന്നവരെ അവർ മോശമായി പെരുമാറുമ്പോൾ തിരിച്ച് അതേ ഇതിൽ മറുപടി കൊടുക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥ തയ്യാറായത് അതിന്റെ ചേഞ്ചിന്റെ ലക്ഷണമാണ്. അത് ഞാൻ ഒരു ഉദാഹരണം പറയുന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല, തലേ ദിവസം മോദിയുടെ അടുത്ത് പോയി ഇരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇയാളെ പിടിച്ചിരുത്തുന്നുണ്ട് TDPയുടെ തെലുങ്ക് ദേശ നേതാവിന്. ആ പിടിച്ചിരുത്തുന്ന ആളിനെ അയാൾ അടുത്ത ദിവസത്തെ ഇന്റർവ്യൂവിന് പറയുന്നുണ്ട്, മോദി അല്ല ആരായാലും ഏത് നേതാവിനും പ്രൈം മിനിസ്റ്റർ ആകാം എന്ന് പറയുമ്പം അങ്ങനെ കീഴടങ്ങിയ ഒരാളായിട്ടല്ല അവിടെ നിൽക്കുന്നത്. അയാൾ അത് പറയുന്നുണ്ട്, വിശദീകരിച്ച് അയാളുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അവരുമായിട്ട് കോalition ഉണ്ടാക്കി എടുത്ത് ജയിക്കുന്നത് എന്റെ ആവശ്യമാണ് എന്ന് കാണുന്ന തരത്തില്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തോ പഴയ BJP പഴയ മോദി തുടരാൻ പോവുകയാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അത് നടക്കത്തില്ല, യഥാർത്ഥത്തിൽ നടക്കത്തില്ല. അവരിനിയും ഈ കോൺഗ്രസിനകത്തുനിന്നോ അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരെ കുറച്ചുപേരെ വിലക്ക് മേടിച്ചിട്ട് ഭൂരിപക്ഷം കൂട്ടിയാലും അവരെല്ലാവരും ബാർഗെയിൻ ചെയ്യുന്നവരായിട്ടേ ഇരിക്കുള്ളൂ. അല്ലാതെ കാരണം സ്വന്തമായ ഭൂരിപക്ഷം ഇല്ലാത്തവരാണ്. 239 സീറ്റല്ലേ ഉള്ളൂ. അപ്പോ അത് കാരണം കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ആളുകളെ വിലക്ക് മേടിച്ചാലും, ഇവർക്ക് ഈ മറ്റ് രണ്ടുപേരെ നിയന്ത്രിക്കാനായിട്ട് വിലക്ക് ആളുകളെ എടുത്താലും അവരും അതേപോലെ പെരുമാറുന്നവരും കരുവണ്ട് തോക്കാൻ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ അയാളെ മെയ്വഴക്കത്തോടെ മറ്റുള്ളവരെ ചേർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരാളായി മാറാൻ ബാധ്യത വരുന്നതാണ് മോദിയുടെ ഇനിയത്തെ ഉള്ള ജീവിതം. മാത്രമല്ല, അയാൾ ഡിസ്ക്രെഡിറ്റഡ് ആകും എന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. കാരണം അയാൾ വിചാരിച്ചിരുന്ന ഒരു പാരമ്പര്യത്തിലേക്ക് തുടരാൻ ഒക്കത്തില്ല. ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന, ഇപ്പം മൻമോഹൻ സിംഗിനൊക്കെ ബലമില്ലാത്തതും മോശപ്പെട്ട ആളാണെന്നാണല്ലോ ആൾക്കാർ വിചാരിക്കുന്നത്. ഏറ്റവും മര്യാദ മോശമാണെന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാധനത്തിനുള്ള നല്ല മറുപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഒപ്പം സകല ഇൻസ്റ്റിറ്റ്യൂഷൻസും BJP അവരുടെ ആൾക്കാരെ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ആ നിറച്ചിരിക്കുന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന ഇപ്പം പകരം പ്രതിപക്ഷമായിരുന്നു ഇവിടെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പാടായന്, അവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റാതായ. ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത്, ഈ മോദിയുടെ ഭരണത്തിനകത്ത് രണ്ട് ഭരണ പങ്കാളികളായ രണ്ടുപേർക്ക് അവരെ ത്രട്ടൻ ചെയ്യാനൊന്നും ഇനി EDAയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ CBIയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ മറ്റൊന്നും ഉപയോഗിക്കാൻ ഇനിയും പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര ചേഞ്ചാണത്. അപ്പോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ നവീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവർ തുടരുവാണ്. മറുവശത്താണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷമായിരുന്ന അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവർക്കെതിരെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന സ്ഥലത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ BJP ആണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല ഒരു കുടുക്കാണ്. അവര് വളരെ സ്മൂത്ത് ആയിട്ട് മറ്റുള്ളവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി നിശബ്ദമാക്കിയിരുന്നത് ഇനി അതുപോലെ ചെയ്യാൻ കഴിയാതെ യഥാർത്ഥത്തിൽ ജനാധിപത്യ മര്യാദകൾ പാലിച്ചു ഭരിക്കേണ്ടി വരുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കാൻ അവർ ബാധ്യസ്ഥ വരും. പക്ഷെ അത് ശീലമില്ലാത്ത കാരണം കൊണ്ട് നല്ല സംഘർഷമായിരിക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. മോദി ഡിസ്ക്രെഡിറ്റഡ് ആയിട്ട് പുറത്താകപ്പെട്ടു പോകുന്ന ഒരു സ്ഥലം ഉണ്ടാകുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനത് പ്രതീക്ഷിക്കുന്നതാണ്. ഇത് തന്നെ സംഭവിക്കും എന്ന് പറയാനല്ല, ഒന്നുമല്ല, പ്രവചിക്കുമൊന്നുമല്ല. പക്ഷെ അങ്ങനെ സാധ്യതയുണ്ട്. നമുക്ക് ലോകത്തിനെ അറിയുന്നതിനകത്തുനിന്ന് ഞാൻ പറയുകയാണ്, ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു മോദി ഉണ്ടായത് തന്നെ ചെയ്യും. കാരണം അയാൾ ഉണ്ടാക്കിയ പാരമ്പര്യം അയാൾക്ക് തുടരാൻ പറ്റത്തില്ല. അത്രത്തോളം സാധ്യതകളുണ്ട് ഞങ്ങൾക്കൊക്കെ പറയാനും. ഈ അതുപോലെ തന്നെ മീഡിയ പഴയ പോലെ കീഴടങ്ങത്തില്ല. ഇനി ഇതെല്ലാം നിങ്ങൾ കാണാൻ പോവുകയാണ്. മീഡിയ മുഴുവനും ഉണർന്ന് പ്രവർത്തിക്കുക. അതിനകത്ത് ഇരിക്കുന്ന അയാൾ കാശ് കൊടുത്ത് ഇരുത്തിയ ആൾക്കാർക്ക് പോലും പേടിയ, കാശ് മേടിച്ചതല്ലാതെ ഇനി അതിനനുസരിച്ച് അവർ പെരുമാറത്തില്ല. കാരണം അവർക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. സകല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ നിൽക്കുന്ന കോടതിക്കകത്ത്, കോടതികളെല്ലാം മാറും. അവര് പിടിച്ച് അവരുടെ ആൾക്കാരെ ഇരുത്തിയിരിക്കുന്നവരൊഴിച്ച് ബാക്കി മുഴുവൻ പേരും പഴയ കോടതികളിലേക്ക് തിരിച്ചു പോകും. ഇതൊക്കെ നമ്മൾ കാണാൻ പോവാണ്.
ഇത് ഈ ഒരു സിനേറിയോ ഉണ്ടാക്കിയെടുക്കുന്ന വ്യത്യാസമാണ് ഇവിടെ ആക്ച്വൽ ആയിട്ടുള്ളത്. അപ്പം രാഷ്ട്രീയവും സാമൂഹികവുമായ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നവരെന്താണ് ഈ സമയങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ എന്തുമുണ്ട്, എന്ത് സംസാരിക്കണം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇതൊരു രാഷ്ട്രീയ നിമിഷമാണ്, പൊളിറ്റിക്കൽ മോമെന്റ് ആണ് നമുക്കുള്ളത്. ഈ മോമെന്റ് എന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ ജനാധിപത്യം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ആളുകളോട് പറയുകയും പഠിപ്പിക്കുകയും അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാൻ കുറെ നാളായിട്ട് പറയുന്നതല്ലേ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഡെമോക്രറ്റൈസ് ചെയ്തിട്ടില്ല, അതിന്റെ ഡെമോക്രറ്റൈസേഷന് വേണ്ടി പ്രവർത്തിക്കാവുന്ന കാലമാണിത്. വരുന്ന 2 വർഷം കോalition ഗവൺമെന്റ് ആണ് ഉള്ളതെന്നും ഫെഡറൽ ഗവൺമെന്റ് ആണ് ഉള്ളതെന്നും ഇപ്പൊ പ്രത്യേക പദവി ആന്ധ്രയ്ക്കും കൊടുക്കാൻ ബാധ്യത വന്ന് ബീഹാറിനും കൊടുക്കേണ്ടി വരത്തില്ലേ? അതാണല്ലോ അവരുടെ ഡിമാൻഡ്. പ്രത്യേക പദവിയാണ് കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞത്. അപ്പൊ ആ നിലവാരത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ് എങ്കിലും ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് ആണ് അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അവര് മോണോലിത്തിക്കായിട്ട് ഏക ഭാരതം അഖണ്ഡ ഭാരതം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ പ്രത്യേക പദവി കൊടുക്കാൻ ബാധ്യത വന്നിരിക്കുന്നത്. ഈ പ്രത്യേക പദവി മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഫെഡറൽ സ്റ്റേറ്റുകളുടെ തുടക്കത്തിന് ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുകളിൽ ഭരിക്കുന്നവരെണ്ണമല്ല. ഈ 28 സ്റ്റേറ്റുകളുണ്ടോ, 28 സ്റ്റേറ്റുകളിലെയും കോalition യൂണിയൻ ഗവൺമെന്റ് ആയിട്ട് അതിനെ ഡിമോട്ട് ചെയ്യേണ്ടതുണ്ട്, തരം താഴ്ത്തേണ്ടതുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനെ തരം താഴ്ത്തുന്ന പ്രവൃത്തിയാണ് ഇനി ചെയ്യേണ്ടത്. അതിന് ഈ GST ഒക്കെ മേടിച്ച് ഈ പണം മുഴുവനും നമ്മൾ ഈ ടാക്സ് കളക്ട് ചെയ്ത് എടുക്കുന്ന മുഴുവൻ ഈ സ്റ്റേറ്റിലല്ലേ, അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് പദ്ധതികൾ നേരിട്ട് നടത്തുന്ന ഒരു രാജ്യമൊന്നും ഇല്ലല്ലോ. സ്റ്റേറ്റുകള് ഈ സെൻട്രൽ എന്ന് പറയുന്ന യൂണിയൻ ഗവൺമെന്റിന് നിലനിൽക്കാനുള്ള പണം അവിടെ കൊടുക്കുകയും ഈ സ്വത്തെന്ന് പറയുന്നത് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന പണം എന്ന് പറയുന്നത് സ്റ്റേറ്റുകാർ നിർണ്ണയിക്കുന്നതിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പ്രത്യേക പദവി എന്ന് പറയുമ്പോൾ ഈ പണം മുഴുവനും കൊടുക്കുന്ന കാര്യമാണ് ഈ പ്രത്യേക പദവി. അതാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്യാവുന്നത് നല്ല ഒരു ഫെഡറൽ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കാനും ഏറ്റവും ഐഡിയൽ ആയിട്ട് അതിന്റെ ആശയങ്ങളും അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും പറയേണ്ട കാലമാണ്. ഇങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ നിമിഷമാണ്, ഒരു പൊളിറ്റിക്കൽ മോമെന്റ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് മറുവശത്താണെന്നുണ്ടെങ്കിൽ ഇവരിത് ടോർപ്പിഡ് ചെയ്തുകൊണ്ടിരുന്നേനെ. ഇതിപ്പോ അവിടെ ഇരുന്ന് ശരിക്കും അനുഭവിക്കാൻ പോവുകയാണ്. അവരുടെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് ഭരണത്ത് വെക്കാനേ ഇനിയും പറ്റുള്ളൂ. ആ സാധനത്തിനെ മുന്നോട്ട് കൊണ്ടുവരികയും യഥാർത്ഥത്തിൽ ഒരു ജനകീയ ബദൽ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം, നമ്മൾ യൂണിയൻ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണോ അതല്ലാതെ സെൻട്രലൈസ് കേന്ദ്രീകൃതമായ ഒരു ഗവൺമെന്റിനെതിരായി സംസാരിക്കേണ്ട, മാക്സിമം പറയേണ്ടതും മാക്സിമം അതിന്റെ എന്താണ് പറയണ്ടേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വികസിപ്പിച്ചെടുക്കുന്നതായിട്ടുള്ള കാലമാണ് മുന്നേ വരുന്നത്. ഇതാണ് രാഷ്ട്രീയമായിട്ട് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിനകത്തൂടെ പൗരബോധമുള്ള ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന പണി. ഇതെല്ലാം അതിന്റെ ഏറ്റവും നല്ല അർത്ഥത്തിൽ ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ധ്രുവ് രാധയുടെയൊക്കെ സംസാരം എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നതുകൊണ്ട് ഈ മേഖലകളിലാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്താണ് ജനാധിപത്യം? അത് ഒരു ഇലക്ഷൻ വോട്ട് കൊടുത്ത് വീട്ടിൽ പോയി ഇരിക്കുന്ന പണിയല്ലെന്നും അത് പൗരബോധമുള്ള ആൾക്കാർ ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇതിന് ഇത്രയും ഐഡിയൽ ആയിട്ട് ഒരു സന്ദർഭം കിട്ടത്തില്ല. മറ്റേത് എവിടെയോ ആൾക്കാർക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മുകളിൽ നിന്ന് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെന്നായിരുന്നു അത് അനുഭവിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇഷ്ടമുള്ളപ്പോ പിരിച്ചുവിടാൻ വരെ പറ്റുന്നവരായിട്ടിരിക്കുകയാണ്. ആ സാധനം ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്നും യഥാർത്ഥത്തിൽ ഫെഡറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ട അത് പഞ്ചായത്ത് ബലപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോലീസ് എന്ന് പറയുന്ന സാധനത്തിനെ അഴിച്ചു പണിയേണ്ടതുണ്ട്, ഈ കോടതി അഴിച്ചു പണിയേണ്ടതുണ്ട്, വിദ്യാഭ്യാസ മേഖല അഴിച്ചു പണിയേണ്ടതുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നിടത്ത് അഴിച്ചു പണിയേണ്ടതുണ്ട്, പട്ടാളത്തിന്റെ ബലം കുറയ്ക്കേണ്ടതുണ്ട്.
ഇതെല്ലാം ചെയ്യേണ്ട പണിയാണ്. ഈ പണികൾ ചെയ്യുന്നതിന് ഇതുപോലെ ഒരു ഐഡിയലായ ഒരു 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 സ്ഥലം നമുക്ക് ഇനി കിട്ടത്തില്ല. അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്നതിൽ പേടിക്കേണ്ട സ്ഥലമേ അല്ല. നന്നായി ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മളുള്ളത്. അപ്പൊ ഈ ഒരു മേഖലയ്ക്കകത്ത് മാക്സിമം അപ്പൊ സമാന്തരമായ ഇപ്പൊ അവരാണെങ്കിൽ ഇന്റർനെറ്റിന്റെ മേളിൽ കൂച്ചുവലങ്ങിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും ഇനി അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം കൊണ്ട് നല്ല ബലപ്പെട്ടുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ച് അപ്പോഴേ ധ്രുവ് രാത്തിയെ പോലെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാർ ഇവരെല്ലാവരും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വ്യാപകമായി അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ജനങ്ങളെ രാഷ്ട്രീയ അവബോധമുള്ള പൗരബോധമുള്ള മനുഷ്യരാക്കി എന്നാൽ പഴയ തലമുറയെ പഠിപ്പിക്കാനല്ല, പുതിയ ആളുകളെ നിർമ്മിച്ചെടുക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഇത് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റും. കാരണം ഇത് ആളുകൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ യു പിയിൽ അവർ തോൽക്കുമെന്നൊന്നും ഒരു കാലത്തും ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവര് വീണ്ടും ഉണ്ടാകാനേ, അവരെ പോലുള്ള ആളുകൾ വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഇൻഷുറൻസ് ഇപ്പൊ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ആളുകളെല്ലാം തമ്മിൽ അടിക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലുള്ള ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു 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 പ്രൈം മിനിസ്റ്റർ ഉണ്ടാകും. ഞാനാണ് രാജ്യം നടത്തുന്നതെന്ന് മോദി ഗ്യാരണ്ടി ഒക്കെ പറയുന്ന തരത്തിലുള്ള വീണ്ടും പുത്തൻ കഴുതകൾ ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ഇൻഷുറൻസ് നമ്മൾ ഇവിടെ എടുക്കേണ്ടതുണ്ട്. ഈ പുതിയ അവതാരങ്ങൾ ഉണ്ടാകരുത്. പുതിയ അവതാരങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ മോദി ഭൂരിപക്ഷത്തോടെ ജയിക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ കൂടി ഈ വിഷയം ഉണ്ടാകത്തില്ല. ഇതാണ് ചേഞ്ച്. നമ്മൾക്ക് ഇത് അവസാനത്തെ മെന്റലായി ഇലക്ഷന് തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ച് നിർത്തുമ്പോൾ ഞാൻ കുറെ പറഞ്ഞങ്ങ് നിർത്തുകയാണ് ചെയ്തത്. നേരെ തിരിച്ച് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി നമുക്ക് ആളുകളെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഉപേക്ഷിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് അതിനെ ജനാധിപത്യപരമാക്കാൻ ഒക്കത്തില്ല. പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. പുതിയ രീതിയിൽ എങ്ങനെയാണ് പഞ്ചായത്തൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ വരെ കണ്ടെത്തേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ. ലോകത്ത് ജനാധിപത്യം ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് ഇരിക്കുകയൊന്നുമല്ല നമ്മൾ എടുത്ത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനല്ല, മനുഷ്യരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടേതായ രീതിയിൽ ഓരോ സ്റ്റേറ്റിൻ്റെതായ രീതിയിൽ സവിശേഷ മേഖലകളിൽ വികസിപ്പിക്കേണ്ടതാണ്. ഇപ്പൊ നിലനിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദി ബെൽറ്റിലുള്ള ആൾക്കാർ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അതിന് പകരം ഫെഡറൽ സ്റ്റേറ്റുകളാണെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റുകളിലെ സ്വന്തം ഡെവലപ്മെന്റ് അവരുടേതായ അറിവിനകത്ത് ഇപ്പൊ വെറുതെ നമ്മൾ നോക്കിയാൽ മതി. കേരളവും തമിഴ്നാടും കൂടെ ചേർത്ത് നമുക്ക് ഭരിക്കാൻ പറ്റത്തില്ല. 2 ഘട്ടത്തിൽ കഴിയുന്നവരാണ്. ആ ഘട്ടത്തിൽ കഴിയുന്ന കാരണം കൊണ്ട് ഫെഡറൽ സ്റ്റേറ്റുകളാണെങ്കിൽ അവരുടെ ഐക്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഐക്യമാണ്, എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു യൂണിയൻ ഗവൺമെന്റ് എന്ന് അടിവരയിട്ട് നമ്മൾ പറയേണ്ട കാലമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനത്തെ നമ്മളിപ്പോ ഈ 10 കൊല്ലം അനുഭവിക്കുമ്പോൾ ഉണ്ടായ ശ്വാസം മുട്ടലുകൾ, അത് മീഡിയ തൊട്ട് പട്ടാളം വരെയുള്ള മുഴുവൻ സ്ഥലത്തും ആളുകൾ നിശബ്ദരായി പോയിരുന്ന സ്ഥലത്തു നിന്ന് ഒരു തിരിച്ചുവരവന് അപ്പൊ തിരിച്ചു വരുമ്പോ പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല വേണ്ടത്. അഴിച്ചു പണിയേണ്ട മേഖലകളുണ്ട്. സെൻട്രലൈസേഷൻ സംഭവിച്ചുകൂടാ. ഈ ധനം മുഴുവനും കളക്ട് ചെയ്യുന്ന ടാക്സ് മുഴുവനും കൂടെ സെൻട്രൽ ഗവൺമെന്റിനെ ഏൽപ്പിച്ചിട്ട് അവര് പിച്ചക്കാശ് പോലെ തരുന്നത് മേടിച്ചിട്ട് ഭരിക്കാനിരിക്കുന്ന ആ സ്ഥലത്താണ്. ഭരണമല്ല സേവനമാണ്, റൂളിംഗ് അല്ല ഗവേണിംഗ് ആണ് എന്നൊക്കെ തിരിച്ചറിയേണ്ട നിലവാരത്തിലുള്ള ഇടപെടലുകളുടെ ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് തുറന്നു കിട്ടിയ സ്ഥലമാണ്. ആ ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും പറഞ്ഞ് പിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യം തന്നെ വരത്തില്ല. പക്ഷെ അല്ലാതെ അവരങ്ങ് മാത്രമാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിരിയാൻ ബാധ്യത വന്നിരുന്ന, ഈ സോവിയറ്റ് യൂണിയൻ പിരിയുന്ന പോലെ പിരിയാൻ ബാധ്യത വന്നിരുന്ന സമയത്തായിരുന്നു നമ്മൾ നിന്നിരുന്നത്. അതിനു പകരം നമുക്ക് നല്ല ഫെഡറലിസം ഉള്ള യൂണിയൻ ഗവൺമെന്റിന്റെ, എന്നാൽ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ ഒരു പാർലമെന്റ് ഉണ്ടാക്കിയാൽ പൊതുവായ ദിശാബോധം നൽകുന്നതിനപ്പുറത്തോട്ട് ഓരോ രാജ്യത്തിനകത്തേക്ക് ഇടപെട്ടുന്ന ഒരു സ്ഥലവും അതിനകത്തില്ല. അതുപോലത്തെ ഒരു യൂണിയൻ ഗവൺമെന്റ് മാത്രമേ അവിടെ ഇനി ഉണ്ടാകാവൂ. അല്ലാതെ ഇനിയും മോദിമാര് ഉണ്ടായി ഏകകക്ഷി ഭരണവും
അഖണ്ഡ ഭാരതം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാത്തതാണ്. ഇതിനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുകയാണെന്നുള്ളതാണ്. വ്യാപകമായി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ജനങ്ങളെ ജനാധിപത്യപരമായി എങ്ങനെയാണ് പൗരരാകേണ്ടതെന്നുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ, അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ധ്രുവ് രാധെ പോലെയുള്ള ആൾക്കാർ എഴുതുകയും പറയുകയും ചെയ്യുന്നപ്പോ ഇപ്പൊ ഞാനിരുന്ന് മലയാളത്തിൽ എനിക്ക് സംസാരിക്കാനൊക്കത്തുള്ളൂ, എനിക്ക് തമിഴ്നാട്ടുകാരനെ പോലും അഡ്രസ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ അറിയേണ്ടതാണ്. എനിക്ക് കേരളത്തിനകത്ത് സംസാരിക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ അതാത് പ്രദേശങ്ങളിലെ രാഷ്ട്രീയമായ ദിശാബോധം, ജനാധിപത്യ ദിശാബോധം കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാലത്താണ്. അത് ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ, ഇത്രയധികം അവര് ഇതിന് ഈ ഇന്റർനെറ്റ് നിയന്ത്രിക്കാൻ പോവുമായിരുന്നു, കൂച്ചുവലങ്ങ് ഇടാൻ പോവുമായിരുന്നു. ആ സാധനം ഇനി അവർക്ക് ചെയ്യാൻ കഴിയാതാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും സാധ്യതകൾ. ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വളരെ നല്ല ഒരു പൊളിറ്റിക്കൽ മോമെന്റ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കട്ട് ടു സൈസ്. അതുകൊണ്ടാണ് ഡൗൺ സൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ടെലഗ്രാഫ് എഴുതിയില്ലേ. സാധാരണ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഇനിയും ഈ മോദി വരും, ചന്ദ്രബാബു നായിഡുവിനെ പിടിച്ച് കസേരയിലേക്ക് അയാൾ വന്ന് നിന്ന ബാക്കിയുള്ളവർ മുഴുവൻ എണ്ണിട്ട് നിൽക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നെന്ന് ഓർക്കണം. അയാള് അന്യദേശത്തുള്ള ആൾക്കാരെ കെട്ടിപ്പിടിക്കുകയും ഇവിടെ ഉള്ളവരുടെ മകളിൽ കയറി ഇരിക്കുകയും ചെയ്തിരുന്ന ഒരുത്തനായിരുന്നു ഈ മോദി. അയാളാണ് ചന്ദ്രബാബു നായിഡിനെ വിളിച്ച് കസേരയില്, സ്പെഷ്യൽ കസേരയായിട്ട് തുണിയിട്ട കസേരയിലാണ് അയാളെ ഇരുത്തുന്നത്. നമ്മളത് കാണണം. ഇതൊക്കെ ഈ വ്യത്യാസം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. ഇത് നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവരായിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ അവര് നമ്മളെ പറ്റിക്കുന്നുണ്ടാവും, അത് വേറെ കാര്യമാണ്. പക്ഷെ അറിഞ്ഞു പെരുമാറാൻ പറ്റുന്ന, ജനാധിപത്യത്തിന്റെ സംസ്കാരം പഠിപ്പിക്കാൻ പറ്റുന്ന ഇത്രയും നല്ല ഒരു കാലഘട്ടം നമുക്ക് കിട്ടാനില്ല. അതിൽ നമ്മൾ പരാജയപ്പെടുന്നതിന്റെ മാത്രമായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്രശ്നം. അല്ലാതെ നമ്മൾ പേടിക്കാനില്ല എന്നുള്ളത് ആളുകളെ ബോധ്യമാക്കി. കാരണം അത്രയും അലർട്ടായി ഇവരുടെ മാനിപ്പുലേഷൻസ് സാധിക്കാത്ത നിലവാരത്തിൽ ധാരാളം ഇടപെടലുകൾ. കാര്യമുണ്ട്, ഈ EVM ഒക്കെ എടുത്ത് കൈകാര്യം ചെയ്യാൻ അവരെ അനുവദിക്കാതിരിക്കുന്നത് അത്രയും അലർട്ടായിരുന്നത് കൊണ്ട് ആണ് ഈ റിസൾട്ട് ഉണ്ടാകുന്നത്. അത് നമ്മൾ മറക്കരുത്. ആളുകൾ വിചാരിക്കുന്നത്, ആളുകൾ ഇപ്പോഴും മോദി ജയിക്കും എന്നുള്ള ആശയം മുഴുവൻ നിൽക്കുന്ന സമയത്ത് വോട്ട് ചെയ്തവരാണ്. ED നമ്മളെ പിടിക്കുമെന്ന് പറഞ്ഞ് നിന്ന സമയത്ത് വോട്ട് ചെയ്തവരാണ്. CBI പിടിക്കുമെന്ന് വിചാരിച്ചിരുന്ന ചെയ്ത വോട്ടാണ്. അതൊന്ന് മറക്കരുത്. ബുൾഡോസറുകളുടെ മുന്നിലാണ് ആ വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണം. രാമക്ഷേത്രം പണിഞ്ഞെടുത്ത് BJP തോറ്റെന്ന് ഓർക്കണം. ഇങ്ങനത്തെ ഒരു ടേണുണ്ട്, സാധ്യമാണ്. മനുഷ്യർക്ക് വിശ്വാസം ഉണ്ടാകാൻ ഇത്രയധികം സാധ്യതകൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. ഇത് രാഷ്ട്രീയമായ നിമിഷം, പൊളിറ്റിക്കൽ മോമെന്റ് എന്നാണ് അതിന് പറയുന്നത്. പൊളിറ്റിക്കൽ മോമെന്റ് ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരു ജനാധിപത്യപരമായ യൂണിയൻ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അതിനകത്ത് ഈ സംസ്ഥാനങ്ങൾ അവരുടെ പണം പിരിച്ച് ഗവൺമെന്റിൽ അടയ്ക്കുന്ന ഈ മെക്കാനിസത്തിനകത്ത് ഒരു കൂച്ചുവിലങ്ങിടേണ്ടതാണ്. ഇതൊക്കെയാണ് ചെയ്തെടുക്കേണ്ടത്. ഒപ്പമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാ സ്ഥാപനങ്ങളും ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട്. അല്ല ഹെറാർക്കിക്കലായിട്ട് ഏണിപ്പടി പോലുള്ള ഒരു സിസ്റ്റം. ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നുണ്ട്, തോക്ക് തന്നിട്ട് പ്രണയിക്കാൻ പറഞ്ഞാൽ പറ്റില്ല എന്നറിയണം. തോക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ജനപ്രതിനിധികളെ വിട്ടാൽ അവര് പോയിരിക്കുന്നത് വലിയ മുറി, വലിയ കസേര, വലിയ മേശ, ഈ കാണുന്ന കെട്ടിടത്തിനകത്ത് കയറി ഇരുന്നിട്ട് വോട്ട് തന്ന ആൾക്കാരോട് മര്യാദയ്ക്ക് എങ്ങനെ പെരുമാറും? ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും, നമ്മുടെ സെക്രട്ടേറിയറ്റ് സഹിതം പ്രസിഡന്റിന്റെ കൊട്ടാരം വരെ മ്യൂസിയമാക്കി മാറ്റണം, മ്യൂസിയങ്ങളാക്കി മാറ്റണം. എന്നിട്ട് പുതിയ സംവിധാനങ്ങളാണ് ആരംഭിക്കേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. ഇതിന് പകരം നമ്മൾ വീണ്ടും ഇതെടുത്ത് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ പിണറായി എന്ന് പറയുന്ന വിദ്വാൻ അവിടെ കയറി ഇരുന്നിട്ട് ആളുകളോട് മര്യാദകളായിട്ട് പെരുമാറുന്നത്, അവിടെ കയറി അത്രയും കസേരയിലെ മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായ ആൾക്കാർക്ക് മര്യാദയ്ക്ക് മനുഷ്യരോട് പെരുമാറാൻ പറ്റില്ല. നിങ്ങൾ അവിടെയാണ്, ആരവിടെ ഇരുന്നാലും മര്യാദയ്ക്ക് വരും. എന്ത് മര്യാദയാണ്? മര്യാദ എന്ന് പറഞ്ഞാൽ വരുന്ന ആളിനെ എണ്ണിട്ട് നിന്ന് സ്വീകരിക്കുക എന്ന് പറയുമ്പോഴും വലിയ കസേരയും വലിയ മേശയും
നമ്മളെ കൊച്ചാക്കാനുള്ള സകല സംവിധാനങ്ങളും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനത്തിനിരുന്നുകൊണ്ട് മര്യാദക്ക് എങ്ങനെ പെരുമാറുന്നത്? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഭരണമത്തിൽ ഏറുന്നതാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. ഭരിക്കാനല്ല, നമ്മൾ ജനസേവകരാണ്. സേവനവും ക്രമീകരണത്തിനും വേണ്ടിയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലുള്ള പരാജയമാണ് ജനാധിപത്യ പരാജയം. അല്ലാതെ എലക്ഷൻ തെറ്റായത് നമ്മൾ തെരഞ്ഞെടുപ്പൊന്നും വർക്ക് ചെയ്യത്തില്ലെന്നല്ല പറയേണ്ടത്. പഞ്ചായത്ത് പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം തെരഞ്ഞെടുക്കണം. ഒരു ചീഫ് സെക്രട്ടറി ആകുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് വിധേയമാകണം. അതിന്റെ മെക്കാനിസം അങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. IAS പാസ്സായവർക്ക് മാത്രമേ അവിടെ വരാൻ കാരണം അറിവ്, എക്സ്പെർട്ട് നോളജ് ആവശ്യമായ സ്ഥലമാണ്. ഒരു ഡോക്ടറെ തെരഞ്ഞെടുത്ത് തന്നെയാണ് സൂപ്പർ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ അവരോധിച്ചുകൂടാ. ഇങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങളെ സമീപിക്കേണ്ട രീതി, എല്ലാ ഉദ്യോഗസ്ഥന്മാരും അക്കൗണ്ടബിൾ ആകും. ഇതിപ്പോ അക്കൗണ്ടബിൾ അല്ല. ഇപ്പൊ നിങ്ങൾ ഇലക്ഷൻ നടത്തിയില്ലെങ്കിലും ഭരിക്കാൻ പറ്റും. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ സമാന്തര ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇതിനെയാണ് ഭരണകൂടം എന്ന് കാർൽ മാർക്സ് വിളിക്കുന്നത്. ഈ ഭരണകൂടത്തിനെ അഴിക്കേണ്ടതുണ്ട്. ഈ അഴിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ക്ലാസ് റൂമിൽ ആരംഭിക്കണം. കുട്ടികള് വിദ്യാസമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ പൗരബോധമുള്ള ആൾക്കാരെ, അല്ല ജോലിക്കാരെയും കൂലിക്കാരെയും ഉണ്ടാക്കുന്നതല്ല വിദ്യാഭ്യാസം. ഈ മേഖലകളിൽ ആരംഭിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രറ്റൈസ് ചെയ്ത്, പോലീസ് എന്ന് പറയുന്നത് പോലീസ് ചെയ്യാനല്ല, ജനസേവകരായ സിറ്റിസൺസ് അസിസ്റ്റൻസിനെ എന്നുള്ള പേര് തന്നെ ഇടണം. സിറ്റിസൺസ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന പേരിട്ട ഇന്ന് ആരാണോ പോലീസുകാരായിരിക്കുന്നവര് ആരെങ്കിലും അവിടെ ഭരിക്കുന്നവരുടെ കിങ്കരന്മാരായിട്ടിരിക്കാനല്ല അവരെ ഉണ്ടാക്കുന്നത്. ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. അങ്ങനെയാണ് അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ പേടിച്ചിട്ട് കയറുന്ന സ്ഥലമാകാൻ ഒക്കത്തില്ല ജനാധിപത്യത്തിനകത്ത്. ഇതൊക്കെയാണ് അഴിച്ചു പണിയേണ്ടത്. ഈ സ്ഥാപനങ്ങൾ അഴിച്ചു പണിയാനായിട്ടുള്ള അന്വേഷണം ആരംഭിക്കാൻ ഇതുപോലെ കൊള്ളാവുന്ന ഒരു കാലം നമുക്ക് ഇനി കിട്ടത്തില്ല. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ സുപ്രീം കോടതി, ഞാൻ കോടതിയെ പറ്റിയൊക്കെ നേരത്തെ നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. കോടതി ഒന്നും അങ്ങനെ നിന്നുകൂടാ. സുപ്രീം കോടതി ആവശ്യമില്ല. ആർബിട്രറി എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനം, ഇപ്പൊ നമുക്ക് മുല്ലപ്പെരിയാർ പോലൊരു ഇഷ്യൂ വരുമ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബോഡി മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പണമിടപാടിൽ കേസ് പറയാനായിട്ട് സുപ്രീം കോടതി വരെ പോയിക്കൂടാ. അങ്ങനത്തെ കോടതി, ഇങ്ങനെ മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഹെയറാർക്കിക്കലായിട്ടുള്ള ഏണിപ്പടി പോലുള്ള ഈ സിസ്റ്റത്തിനെ അഴിച്ചു പണിയണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം കുടുംബ കോടതിയിൽ തീരണം. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പണമിടപാടിന്റെ കേസ് ജില്ലാ കോടതിക്ക് വേണ്ടി പോയിക്കൂടാ. എത്ര മേപ്പോട്ട് കോടതി വെച്ചാലും അവസാനം ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലേ വിധിക്കാനും ഒക്കത്തുള്ളൂ. എന്ത് കാര്യത്തിനാ പോകേണ്ടി വരുന്നേ? അതുകൊണ്ട് പോകുന്നില്ല എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ അങ്ങനത്തെ ഒരു ബോഡി, സുപ്രീം കോടതി അല്ല വേണ്ടത്. ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ യൂണിയൻ ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനകത്തുള്ള അവരെ ഉണ്ടാക്കുന്ന പാർലമെന്റ് ഉണ്ടാക്കുന്ന ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷന് അതിന്റെ സ്പിരിറ്റ് എന്നുള്ള വാക്കേ ഞാൻ വെക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചെയ്യുന്ന പണിയല്ലത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പിരിറ്റിനനുസരിച്ചിട്ട് ആണോ അല്ലയോ എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. അല്ല സുപ്രീം കോടതി ഒന്നും ഇനി ആവശ്യമില്ല എന്ന് ജനാധിപത്യത്തിൽ അത് ആവശ്യമില്ലാത്തതാണെന്നെങ്കിലും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഹെയറാർക്കിക്കലായ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡീസെൻട്രലൈസ് ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കേണ്ട സമയമാണിത്. അത് ചെയ്തിട്ട് വേണം പൗരബോധമുള്ള ആൾക്കാരെ ക്ലാസ് റൂമുകളിൽ ഉൽപ്പാദിപ്പിച്ച് വീടുകൾ ഡെമോക്രറ്റൈസ് ചെയ്യേണ്ട പണിയുണ്ട്. വീട്ടിനകത്ത് വിവേചനപരമായി ഉണ്ടാക്കുന്ന ഡിസൈൻഡായ വീടുകളാണ്. പെണ്ണുങ്ങളെല്ലാം പുറയിലും ആണുങ്ങളെല്ലാം മുന്നിലുള്ള വീടുകളും ജോലി ചെയ്യുന്ന ആൾക്കാർ പുറകിൽ കൂടെ കയറുന്ന വാതിലുള്ള വീടുകളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം അഴിച്ചു പണിയേണ്ടതും പുതിയതായി നിർമ്മിക്കുമ്പോൾ ഈ നിലവാരത്തിലുള്ള ഡിസൈൻ മാറ്റങ്ങൾ സ്ട്രക്ചറലായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. ഇതിനെല്ലാം ഈ ഡിസ്കഷൻസ് മുഴുവനും എല്ലാ വീട്ടിനകത്തും
എല്ലാ നാട്ടിനകത്തും ഇന്റർനെറ്റും ടെലിവിഷനും ഉപയോഗിച്ച് പറഞ്ഞും പഠിപ്പിച്ചും ആൾക്കാർക്ക് രാഷ്ട്രീയ അവബോധത്തിൽ ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയ കാലത്താണ് നമ്മൾ ഉള്ളത് എന്ന് തിരിച്ചറിയും. നമ്മൾ വേറെ എവിടെങ്കിലും പോയി പഠിക്കാനൊന്നും പോകണ്ട. ജനാധിപത്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഏറ്റവും നല്ല മുൻകൈയുള്ള ഒരു പ്രദേശമാണ് കേരളം. ധാരാളം ഇത്രയധികം പഞ്ചായത്ത് വികസിച്ച മറ്റൊരു സ്ഥലമില്ല. നമ്മുടെ അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഏറ്റവും കൂടുതൽ വികസിച്ചതാണ്. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് വികസിച്ചിട്ടുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ വലിയ പാലവും സാധനവും മാത്രമല്ല, എല്ലാ വീട്ടിലേക്കും വഴിയുണ്ടാകുന്നതാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടേത്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അല്ലാതെ വലിയ ഒരു റോഡ്, വലിയ ഒരു പാലം ഉണ്ടാക്കി കാണിക്കുന്നത് വികസനമാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിത നിലവാരത്തിനകത്ത് ഈ റോഡിൽ യാത്ര ചെയ്യാൻ, ഇപ്പൊ വടക്കേ ഇന്ത്യയിലെ വലിയ റോഡിനകത്തൂടെ അവിടുത്തെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പണക്കാരും സാധനവും കൊണ്ടുപോകുന്ന ഇടം മാത്രമാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ഈ കാർ ഉള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള റോഡായിട്ട് മാറുന്നതല്ല വികസനം. എല്ലാ വീട്ടിലേക്കും വഴിയുണ്ടാകുകയും പബ്ലിക് ട്രാൻസ്പോർട്ട് ഏറ്റവും ശക്തമായി മാറുകയും ചെയ്യുന്നതാണ് വികസനം. അല്ലാതെ ഈ അമേരിക്കയിലെ എല്ലാവരും കാറിലാണ് പോകുന്നത്. എന്നിട്ട് എല്ലാവരും കാറിൽ പോകുമ്പോൾ എന്ത് പറ്റും? പബ്ലിക് ട്രാൻസ്പോർട്ട് തീരെ ഇല്ല. അപ്പൊ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാതിരിക്കുന്നതിന്റെ മുഴുവൻ ദുരിതം അനുഭവിക്കുന്ന രാജ്യത്താണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. അഫോർഡബിൾ ആയിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ഏറ്റവും ആധുനികമായ യാത്രാ സൗകര്യം എത്തിച്ചു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് അതിന്റെ യുക്തി. അല്ലാതെ കുറച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന സാധനമല്ല. സാധനം കൊണ്ടുപോകുന്നിടത്ത് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന സ്ഥലമല്ലത്. കാറുമായിട്ട് മാത്രമേ ഏറ്റവും പുതിയ റോഡിൽ ഇറങ്ങാനൊക്കത്തുള്ളൂ. അല്ലാതെ ഒരാൾക്ക് അവിടെ പോകാനൊക്കത്തില്ല. അതേസമയം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും അവസാനത്തെ ആളിനും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ജീവിത നിലവാരത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ അളവുകോൽ. ഇത് അക്സസിബിൾ ആണോ? സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതല്ല, സൗകര്യങ്ങൾ ആളുകൾക്ക് അക്സസിബിൾ ആണോ, അവർക്കത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഗുണനിലവാര പട്ടികയിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ മേഖലകളിലുള്ള അന്വേഷണങ്ങൾ എല്ലാ നിലവാരത്തിലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഐഡിയലായ ഒരു സന്ദർഭമാണ് ഇപ്പൊ ഈ സംഭവിച്ചത്. ഈ 10 കൊല്ലം ഇയാൾ ഇങ്ങനെ ഭരിച്ചത് വളരെ നല്ലത് ആ നിലവാരത്തിൽ. അതുകൊണ്ട് ഈ സ്വേച്ഛാധിപത്യത്തിന്റെ ദുരിതം എന്താണെന്ന് അല്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് മനസ്സിലാകത്തില്ല. അവിടുത്തെ കർഷക സമരം ആ കാര്യങ്ങളൊക്കെയാണ് ആ നാടിനെ മാറ്റിയത്. അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ഈ പഴയ പഴഞ്ചൻ കൃഷി ചെയ്യുന്നതിനെ പറ്റി അല്ല, ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ആ ആധുനികവൽക്കരിക്കേണ്ട മേഖലകളിനകത്തെല്ലാം ഡെമോക്രാറ്റിക് ആയിട്ട് അതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുള്ള റിസർച്ചിന്റെ സ്ഥലങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. അല്ല കേരളത്തിനകത്തെ BJP-കാരൻ ഒരുത്തൻ അവിടെ ജയിച്ചു എന്ന് പറയുന്നതൊന്നും, അതൊക്കെ ഈ കോമള മാത്രമാ. അടുത്ത ഇലക്ഷന് അത് ജയിക്കേണ്ട കാര്യം, അവർ ജയിച്ചാലും ഒന്നുമില്ലെന്നാ ഞാൻ പറയും. അങ്ങനെ തന്നെ മനസ്സിലാക്കിയാണ്. അല്ലാതെ വെർജിനിറ്റി പോയ പോലൊക്കെ ആൾക്കാർ ആലോചിച്ച് അപമാനവും മാനഹാനിയൊന്നും നമുക്ക് കാണുമ്പം കളിയാക്കാനൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം തൃശ്ശൂർ നടക്കുമ്പം ആരെ ചാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയുന്നുണ്ടാവും. ആ പറയുന്ന സ്ഥലമൊക്കെ നിൽക്കുന്നുണ്ടാവും. മാലിന്യ കൂമ്പാരത്തിന് അരിയിൽ കൂടെ ഞാൻ ഇപ്പൊ നടക്കുന്നതെന്നൊക്കെ വിചാരിക്കാൻ ബാധ്യത വരും. സാംസ്കാരിക തലസ്ഥാനമല്ല, മാലിന്യ കൂമ്പാരത്തിന് അരിയിൽ കൂടാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. ഈ പറയുമ്പോഴൊന്നും ഈ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ മാറ്റത്തിന് ഒരു തടസ്സവും അവിടെ ഉണ്ടാകത്തില്ല. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. ഒരു പേടിയും വേണ്ട. ഈ ഇലക്ഷന് ജനാധിപത്യ വിരുദ്ധമായി നിൽക്കുന്ന ഏത് വശത്തിനെയും എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞതുപോലുള്ള ഒരു അനുഭവമാണിത്. ഈ അനുഭവത്തിനെ ഗുണപരമാക്കി മാറ്റി അതിനെ അടിസ്ഥാനപരമായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് മാറ്റാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ജോലി. ഈ വിഷയമേ ഞാൻ പറയാൻ തയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ഈ LDF UDF എനിക്കിതിരെ ഞാൻ കേരളത്തിലെ ഇലക്ഷൻ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, ആകെ ഉള്ളത് BJP-കാരനോട് ജയിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് സത്യമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ LDF ആണോ UDF ആണോ ജയിച്ചതെന്നുള്ളത് എനിക്ക് അപ്രസക്തമാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന് യാതൊരു മീനിങ്ങും ഇല്ല. അതുകൊണ്ടാണ് ആ ഏരിയയിലകത്ത് ഞാൻ കൺസേൺഡ് ചെയ്യാൻ
കാരണം അവർ രണ്ടുപേരും രാഷ്ട്രീയമായിട്ട് അവിടുത്തെ ലോക്കലായ ആവശ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നുള്ളതല്ലാതെ ഇലക്ഷൻ അവര് പിരിഞ്ഞു പോലും നിന്ന് വോട്ട് ചെയ്തുകൂടാത്തവരാ. നാഷണൽ ഇലക്ഷൻ അല്ലേ, അതിനകത്ത് ആരാണ് മറുവശത്ത്? അതാണ് മനസ്സിലാക്കേണ്ടത്. പരസ്പരം അടിച്ചിട്ട് BJP-കാരൻ ജയിച്ചു എന്നുള്ളതല്ലാതെ യാതൊരു മീനിങ് അതിനൊന്നും ഇല്ല. അപ്പൊ ദേശീയ ഇത് പണ്ട് ഈ കേരളത്തുകാർക്ക് ശരിക്കും പറഞ്ഞ ഒരു കോറുള്ളവരല്ല, അത് നമ്മൾ അറിയണം. കാരണം നമ്മള് 1956 ഒരു രാജ്യമായത്. അതിനു മുമ്പ് 3 കഷ്ണമായിട്ടും 4 കഷ്ണമായിട്ടും ഒക്കെ സത്യത്തിൽ നിന്നിരുന്നത്. ആ നിൽക്കുന്നവരെ ഒരു രാജാവിന്റെ കീഴിൽ കേന്ദ്രീകൃതമായി രൂപപ്പെടുത്തിയ ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ജനതയാണ് നമ്മൾ. ഇതുകൊണ്ട് അധികാരമുള്ളവരെ കാണുമ്പോൾ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നവരാണ് നമ്മൾ. ഇതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഈ കോൺഗ്രസ്സുകാർക്കാരാണ് അന്ന് ആൾക്കാർ വോട്ട് ചെയ്തത്. ഇന്ത്യയിലുള്ള മുഴുവൻ പേരും ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചപ്പോ കേരളത്തുകാരൻ മാത്രം 20 പേരും ജയിപ്പിച്ചു. ഇതൊക്കെ മറക്കരുത്. അതുകൊണ്ട് ഒരു തമിഴ്നാട്ടുകാർക്കോ കർണാടകക്കാർക്കോ ഉള്ള കോറ് നമ്മൾ ഈ രാജ്യത്തുള്ളവരാണ്, ഈ പ്രദേശത്തുള്ളവരാണെന്നുള്ള ബോധമുള്ള മനുഷ്യരേ അല്ല. അതുകൊണ്ട് ഇത് അത്ഭുതമേ അല്ല എനിക്ക് ഈ BJP അവിടെ ജയിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ ആ നിലവാരത്തിലൊരു സംഭവം ഉണ്ടാകുന്നില്ല. ജയിച്ച് രണ്ടുപേരും മറ്റേയാളും തിരുവനന്തപുരത്ത് കഷ്ടിച്ച് തോറ്റതേയല്ലോ. അതും നമ്മൾ കാണണം. 2 മന്ത്രിമാരെ കിട്ടൂ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കാര്യം സാധിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹമുള്ള ജനതയായിട്ട് അത് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിത് കാണേണ്ടത്. രാഷ്ട്രീയപരമായ അവയർനെസ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഞാൻ ചോദിക്കുന്നത് ഇല്ലെന്നാണ്. ഞാൻ അത് തന്നെയാ പറഞ്ഞത്. രാഷ്ട്രീയ പ്രബുദ്ധതയാണ് നമുക്ക് സത്യത്തിൽ ഇല്ലാത്ത. നമ്മളവിടെ പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കുകയും അവിടെ ലൈബ്രറി ഉണ്ടാക്കിയെടുക്കുകയും ക്ലർക്കന്മാരും ഗുമസ്തന്മാരുമായി എല്ലാവരും നമ്മള് വിദ്യാസമ്പന്നർ എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്നവരെന്ന അർത്ഥം. പൗരബോധമല്ല രൂപപ്പെട്ടത്. എല്ലായിടത്തും ജോലി ചെയ്യുന്നവരായിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമായിട്ടാണ് കേരളം ഉള്ളത്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അത് നന്നായി ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥലം. പക്ഷെ എക്സലൻസ് ഉണ്ടാക്കി എടുക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടില്ല. ഒരു എക്സലന്റ് യൂണിവേഴ്സിറ്റി നമുക്ക് അവിടെ ഇല്ല. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ പറയുന്ന ക്ലർക്കന്മാരെ ഉത്പാദിപ്പിക്കുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന് വിചാരിക്കുന്നവരാണ് മലയാളികൾ. അപ്പോഴും അവിടെ നമുക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള പാർട്ടികൾ എന്നുള്ള രീതിയിൽ ഇന്ത്യ മുന്നണിയോട് കൂടി ചേർന്ന് നിൽക്കുന്ന 2 പാർട്ടികൾ തമ്മിൽ അവിടെ മത്സരിക്കുന്നത് ഒഴിവാക്കിയിരുന്നെങ്കിൽ തൃശ്ശൂരിൽ അല്ലെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ അവബോധം അവർക്ക് ഇല്ലെന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക പാർട്ടികളാണ് അത് രണ്ടും. കേരളത്തിന് ദേശീയ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവർക്ക് ആ തരത്തിലുള്ള ഇല്ല. ഇപ്പോഴും ആ സെൻട്രൽ ഗവൺമെന്റിൽ നടന്ന ഒരു ഇലക്ഷൻ ആണെന്ന് പോലും ആരും കാണുന്നില്ല. കേരളത്തിനകത്തെ ഭരണത്തിനെ പറ്റിയാണ് ചർച്ച മുഴുവനും. അത് നോക്കി അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവര് ആ ശരിക്കും പറഞ്ഞ പൊട്ടക്കുളത്തിൽ പുളകൻ പണീന്ദ്രൻ എന്ന് പറയുന്ന പോലുള്ള ആളുകളെ അവിടെ ഉള്ളു. അല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് എടുക്കേണ്ട നിലപാടുകളാണെന്നുണ്ടെങ്കിൽ ഞാനിത് നേരത്തെ നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇലക്ഷൻ എനിക്ക് പ്രസക്തമേ അല്ല. കാരണം അത് വീട്ടിനകത്ത് നടക്കുന്ന ഡിസ്കഷൻ പോലെയാണ്. കാരണം 2 കൂട്ടരുടെ വോട്ട് ഒന്നിച്ച് ഒരു സൈഡിലാണ് നിൽക്കേണ്ടത്. BJP വിരുദ്ധമായ അതങ്ങനെ നിൽക്കാൻ കഴിയാതിരിക്കുന്നത് അവിടെ ജയിക്കണമെന്നുള്ള അവിടുത്തെ ഭരണാധികാരികളാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം നിൽക്കുന്നവരാണ് അവര്. ദേശീയ വീക്ഷണമില്ലാത്തവരാണ്. അതുകൊണ്ട് ബലമുള്ള വടക്കേ ഇന്ത്യയിൽ എന്തായാലും മോദി ജയിക്കും. ഇത് അവർക്ക് അങ്ങനെ അറിയാം. സംശയമില്ലാതെ ഉള്ള അറിവാണ്. അതിനകത്ത് എവിടെങ്കിലും പോയി അതിന്റെ എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാമെന്ന് ആലോചിക്കുന്ന യുക്തി കൊണ്ടാണ് നിൽക്കുന്നത്. ഇത് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്കുലറായ ഒരു വശം മലയാളികൾക്കുണ്ട്. രാഷ്ട്രീയ അവബോധം അതല്ല. ഈ മതേതരമായി ജീവിക്കാൻ പഠിച്ച ഒരു ജനതയാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ BJP-ക്കാർ ജയിക്കാത്തത്. അത് സംശയമൊന്നും നമുക്ക് വേണ്ട. ആ ഒരാളെ ജയിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അയാൾ ജയിച്ചിട്ട് 2 മന്ത്രി കിട്ടുമെന്ന് മാത്രം എന്നാൽ മോദി ഭരിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ നമുക്ക് യാതൊരു സ്വാധീനം ഇല്ലെന്നറിയാം. നോബഡി നമ്മള് കാര്യസ്ഥന്മാരുടെ ബോധമാണ്. മുതലാളിയെ പ്രീണിപ്പിച്ച് കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തോട്ട് ഉള്ള രാഷ്ട്രീയ അവബോധം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ഈ വെൽഫെയർ മേഖല മുഴുവനും ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ എല്ലാ വശവും ചെയ്തിട്ടുള്ളവരുമാണ്. അതുകൊണ്ട്
ഒരു 40% രാഷ്ട്രീയ അവബോധമുള്ളവരും 60% ഈ അധികാരമുള്ളവരുടെ കൂടെ ചാഞ്ഞു നിൽക്കണമെന്ന് കൊതിക്കുന്നവരുമായ ജനതയാണ് കേരളത്തുകാർ. കോറില്ല. ഒരിക്കലും നമ്മള് കോർ എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ കരു എന്നുള്ള വാക്കാണ് മലയാളിക്ക് ആകെ ഉള്ളത്. അല്ലെങ്കിൽ പഴയ ഭാഷയിലെ ആത്മാവില്ലാത്ത ജനതയാണെന്ന് പറയാൻ ബാധ്യത വരും. ഇതൊക്കെ അത് വേറെ ഒരു കാര്യമാണ്. അത് അതിന്റെ സവിശേഷതയിൽ പറയേണ്ടതാണ്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. മോദിക്ക് വേണ്ടി ഇത്തവണ കണിശമായിട്ടും മോദിക്ക് വേണ്ടി കുറെ പേര് ജയിക്കും. അത് ഒരാളെ ജയിച്ചല്ലോ ഉള്ളൂ എന്ന് മാത്രമേ അത്ഭുതപ്പെട്ടു. അത് നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ആലപ്പുഴയിലെ പാലക്കാടും ഒക്കെ കഷ്ടിച്ചാ തോറ്റിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെറിയ കാര്യമായിട്ട് അതിനെ കാണരുത്. അതിന്റെ റീസൺ ഇതാണ്: വിജയിക്കുന്നിടത്ത് മാറി നിൽക്കി കാര്യം സാധിക്കണമെന്ന് ആലോചിക്കുന്നതിന് അപ്പുറത്തോട്ടുള്ള രാഷ്ട്രീയ അവബോധം നേടിയിട്ടില്ലാത്ത ജനത തന്നെയാണ് ഇത്. പക്ഷെ അപ്പോഴും നമ്മൾ മതേതര മൂല്യങ്ങൾ അതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് രക്ഷിക്കുന്നത്. അതെ, മതേതര മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് ഒന്നുമല്ല മറ്റ് ഈ പറയുന്ന. അതുകൊണ്ടാണ് അവർ ഒന്നിച്ച് നിൽക്കാൻ കഴിയാതിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം ഇല്ലാത്ത ജനതയാണെന്ന് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാ ഇത് അടിയന്തരാവസ്ഥ കാലത്തും അനുഭവിച്ചതല്ലേ. അത് പുതിയ കാര്യമൊന്നുമല്ല. അന്ന് ഞാനൊക്കെ ഷോക്ക് അടിച്ച ലോകമാണത്. എവിടെ പോയി നിൽക്കണമെന്ന്. അപമാനം ഇന്നിപ്പം തൃശ്ശൂരുകാര് മാത്രമല്ല കേരളത്തിൽ ജനിച്ചതിൽ അപമാനം അനുഭവിച്ച ദിവസമാ ഈ അടിയന്തരാവസ്ഥ കാലത്ത്. അതിനേക്കാളും വലുതൊന്നും അല്ല ഇത്. അതുകൊണ്ട് ഞാനത് അങ്ങനെ കാണുന്നില്ല. കേരളത്തിന്റെ സവിശേഷതയ്ക്കകത്ത് പെട്ടെന്ന് തന്നെ അധികാരമുള്ള പെട്ടെന്ന് ഇനിയിപ്പോ ജനതയങ്ങ് മാറും. കാര്യം ഈ മോദി വിചാരിച്ച പോലൊന്നും ഇല്ല, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം മാറും. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലിറങ്ങി ജനാധിപത്യമൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകാൻ പോവുകയാണ്. ഇനിയിപ്പോ മലയാളികൾ ഭയങ്കരമായിട്ട് ഉണ്ടെന്നുണ്ടാവും. ഒരു പേടിയും വേണ്ട. അപ്പൊ അത് നമ്മൾ കണ്ടിട്ട് അത് കണ്ടും കുളിരരുത്. കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജനാധിപത്യ സംസ്കാരം ഉണ്ടാകുന്ന പുത്തൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിന്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ജീവിത വീക്ഷണം ഇപ്പോഴും നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഈ കല്യാണം മുഴുവൻ നടക്കുന്നത് അമ്മയച്ഛനെ ആലോചിച്ചിട്ടല്ലേ? എന്ത് ജനാധിപത്യം ഉണ്ടായെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കോറിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇണയെ തെരഞ്ഞെടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മലയാളികൾ ജാതി മതം അനുസരിച്ചിട്ട് പരസ്യം ചെയ്ത് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലിരുന്നുകൊണ്ട് ജനാധിപത്യം ഉണ്ടായെന്നൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ സംശയിച്ച് എടുക്കുന്നത്? അങ്ങനത്തെ കാര്യമൊന്നും വേണ്ട. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. ആകെ പഞ്ചായത്ത്, അതും ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് വികസിച്ചിട്ടുള്ളത്. അത്രയും ജനാധിപത്യമേ ഉണ്ടായിട്ടുള്ളൂ. തെറ്റായിട്ടൊന്നും ധരിക്കരുത്. നമ്മളെ സ്വയം തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. നമ്മൾ ഇത്രയൊക്കെ ആർജിച്ചിട്ടുള്ളൂ. 40% പേർക്ക് രാഷ്ട്രീയ അവബോധമുണ്ട്. 60% പേർക്ക് രാഷ്ട്രീയമേ ഇല്ലാത്തവരാണ്. അവര് ആര് ജയിക്കുമെന്ന് കണ്ടാൽ അങ്ങോട്ട് ചാഞ്ഞു. നമ്മന്റെ ആൾക്കാർക്ക് നമ്മുടെ ആള് ഏത് തരത്തിൽ ആരെ ഐഡന്റിഫൈ ചെയ്യുന്ന അവർക്ക് വോട്ട് കൊടുക്കും. അല്ലാതെ വേറെ ഒരു രാഷ്ട്രീയ അവബോധവും മലയാളി നേടിയിട്ടുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല. മലയാളി എന്ന് ഞാൻ പറയുമ്പോൾ കൂടുതൽ നമ്പർ അവരാണ്. അല്ലാതെ ഏറ്റവും സൂക്ഷ്മമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ചെറിയ വിഭാഗം കേരളത്തിൽ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എല്ലാം ഉണ്ട്. അത്തരത്തിലുള്ള അറിവുകളും അവർക്കുണ്ട്. ഇപ്പൊ യൂറോപ്പിലൊക്കെ നടക്കുന്ന എല്ലാ മൂവ്മെന്റിനെ പറ്റി അറിയുന്ന ഒരു സ്ഥലവുമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യവച്ഛേദിച്ച് 2 കഷ്ണമാക്കി മാറ്റാൻ പറ്റുന്ന, നമ്മൾ ഈ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കുന്ന ഒരു ജനതയും അയാളെ ഉണ്ടെന്ന് അറിയുമ്പോൾ നാണം അനുഭവിക്കുന്ന ജനതയുമായിട്ടുള്ള ഡിവിഷൻ കേരളത്തിലുണ്ട്. ആ നാണം അനുഭവിക്കുന്നവര് ഒരു 40% താഴോട്ടാണെന്ന് അറിയാം. അയാളെ കാണുമ്പോൾ കുളിര് പോരുന്നവരാണ് 60% ഉള്ളതെന്നും മറക്കരുത്. ഇത് പൊതുവേ രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത മനുഷ്യരുടെ ലോകമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കവിടെ വേറെ മെക്കാനിസം ഒന്നും ലോകത്തില്ല. ഇതേ ജനത തന്നെ, അല്ലാതെ ജനത വേറെ വല്ലത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ ജനതയെ തന്നെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. കുറച്ചു പേര് ചത്തൊഴിയുകയും ബാക്കിയുള്ളവരെ പുതിയതായി നിർമ്മിക്കുകയും ചെയ്യുന്നത് ക്ലാസ് റൂം എല്ലാം ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ട പണികളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ നമ്മൾ ആളുകൾ താനെ വോട്ടിടുന്ന ദിവസം വിവരമുള്ള മനുഷ്യരുണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ കൊണ്ടുപഠിച്ചവരാണ് വടക്കേ ഇന്ത്യക്കാർ. അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുവട്ടിലെങ്കിലും പിടിച്ച് അല്പം രാഷ്ട്രീയ അവബോധത്തോടെ ലോകത്തിനെ കാണുകയും പഠിക്കുകയും
പുത്തൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിനും മലയാളി തയ്യാറാകണമെന്ന് മാത്രമാണ് മലയാളികളോട് എനിക്ക് പറയാനുള്ളത്. അല്ലാതില്ല.